ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഈ ഒരുങ്ങക്കം കണ്ടിട്ട് എവിടെയെങ്കിലും പോകണം തോന്നുന്നുണ്ടോ? പോകുന്നുണ്ട് ഗൈസ്. ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോകുന്നുണ്ട്, റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ കാറിക്കറി യാത്ര തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോയിട്ട് വരാം. ഇന്നൊരു ബിരിയാണി കല്യാണമാണ്. അപ്പോൾ ചേട്ടൻ്റെ ഹെലികോപ്റ്ററാണ് ഫ്രണ്ടിലേ പോകുന്നത്. ഈ ഹെലികോപ്റ്റർ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്കവിടെ എത്തണം. എന്തായിരുന്നാലും നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ഫ്രണ്ട്സ്. അവിടെ നിന്നൊരു കറക്കം. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് അവിടെ എത്തിയത്, എന്നാലും ഒരു കറക്കം. ഈ മുഖത്തെ ആ മ്ലാനത ചിരിയൊന്ന് നോക്കൂ. ഫസ്റ്റിലേ പോയി പന്തിയിൽ നിന്നു, ബിരിയാണി കിട്ടിയില്ല. അതിൻ്റെ വിഷമത്തോടു കൂടി ചിരിയ. കുറച്ച് നേരം അവിടെ വാറ്റിത്തിരിഞ്ഞിരുന്ന് അവിടുത്തെ ഫ്രണ്ട്സൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുനിന്ന് നോക്കിക്കൊണ്ട് നിന്ന് സൂം ചെയ്ത് പെണ്ണിനെയും ചെറുക്കനെയും കാണുക. അടുത്ത് ചെല്ലാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. പെട്ടെന്ന് ബിരിയാണി കഴിക്കാൻ വിളിച്ചു. എനിക്കും കിട്ടി ഫ്രണ്ട്സ് കുറച്ച് ബീഫ് ബിരിയാണി. അത് കഴിച്ചിട്ടിരിക്കാം. ഞങ്ങൾക്കിനി കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് പോവുക ഫുഡ് കഴിച്ചിട്ട്. നമ്മൾ പോയത് അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റായിരുന്നു, ക്വക്സ ഹൈപ്പർ മാർക്കറ്റിലൂടെ പോയത്. ഈ ഫ്രണ്ടിലോട്ട് പോകുന്നത് ആരാണെന്ന് അറിയാമോ? എൻ്റെ ഹബ്ബി. അവിടെ ചെന്ന് കുറച്ച് നേരം ഒരു കറക്കം, ചുറ്റും നോക്കി ഒരു കറക്കം. എവിടെയെങ്കിലും തടഞ്ഞാലോ? കറങ്ങുന്നതിൻ്റെ ഇടയിൽ കണ്ടൊരു സ്ഥലത്ത് ഉടക്കി. എവിടെയാണെന്നറിയാമോ? അവിടുത്തെ ഷേക്കുകൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത്. അവിടെ ചെന്ന് രണ്ടോന്നെണ്ണം എടുത്ത് നോക്കി. എനിക്കും കിട്ടി ഒരെണ്ണം. ഒരു ഡേറ്റ്സിൻ്റെ ഷേക്കാണ് എടുത്തത്. എന്തൊക്കെയോ എന്തോ ഞാൻ കാണിക്കുന്നത്. അടുത്തത് ഉടക്കിയത് ലണ്ടൻ ഡയറി, മൈ ഫേവറേറ്റ് ഐസ്ക്രീം. അടുത്തത് ബാസ്ക്വ ചീസ് കേക്ക്, അതും എടുത്തോ. പിന്നെയും കണ്ണുടക്കി ഐസ്ക്രീം ബോക്സിലേക്ക് മേഴ്സിലെസിൻ്റെ അടുത്ത ഐസ്ക്രീം, അതൊരു ചോക്കോബാറ. പിന്നെ ഉടക്കിയത് ഒരു മാംഗോ ഫ്രൂട്ടി. ഇനി അടുത്ത ആ ഷേക്ക് കുടിക്കാതെ രക്ഷയില്ല. ഷേക്ക് കുടിച്ചു, സൂപ്പർ. ലണ്ടൻ ഡയറി പൊട്ടിച്ച് തിന്നാലേ പറ്റുള്ളൂ. ഷേക്ക് കുടിച്ചതിൻ്റെ തൊട്ട് പുറകെ തന്നെ ലണ്ടൻ ഡയറിയും പൊട്ടിച്ചു ഞാൻ. അതും കഴിച്ചു. അടുത്ത മേഴ്സിലെസിൻ്റെ ഐസ്ക്രീം, സൂപ്പറായിരുന്നു. എന്താണെന്ന് എനിക്ക് മേഴ്സിലെസിൻ്റെ കമ്പനിക്കാരോടൊന്ന് പറയാനുള്ളൂ, ഈ കവറൊന്ന് പെട്ടെന്ന് പൊട്ടിക്കാനുള്ള വിധത്തിൽ വെക്കണം. എന്നെപ്പോലെ ആക്രാന്തമുള്ളവർക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പാടാണ് കേട്ടോ. ഒരു കടി അടിച്ചു, അതിൻ്റെ ടേസ്റ്റ് വായിലോട്ട് എത്തുന്നതിന് മുമ്പേ അടുത്ത കടി അടിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പർ. പറയുന്നത് കണ്ടോ? എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി ചൂട് സഹിക്കാൻ വയ്യാതായപ്പോഴത്തേക്കും ഒരു ഓറഞ്ച് ജ്യൂസ് അടിച്ചു. നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. ദാഹവും ഉണ്ടായിരുന്നു, നല്ല ചൂടും വെയിലും. അങ്ങനെ ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങി എണീറ്റു. ഉറക്കത്തിൻ്റെ ഇടയിലും എനിക്ക് ആ ചീസ് കേക്കായിരുന്നു പെട്ടെന്ന് വന്ന്. എൻ്റെ അച്ഛൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട് ഒരു ആഹാര സാധനങ്ങൾ മണത്ത് നോക്കരുതെന്ന്. പക്ഷേ മണത്തും നോക്കി, നക്കിയും നോക്കി. അങ്ങനെ നമുക്ക് ആ കേക്ക് പൊട്ടിച്ചു നോക്കാം. ഉള്ളതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയും പ്രാവുന്നുണ്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ അത്രയ്ക്കും ഒട്ടിച്ചു വയ്ക്കുന്നതിൽ. സാരമില്ല, എനിക്ക് കിട്ടി ബാസ്ക്വ ചീസ് കേക്ക്. വാവ് എന്ന് പറയുന്നത് കണ്ടോ? കഴിക്കാനുള്ള ആക്രാന്തം കൊണ്ടാണ്. അതും മണത്തു. അച്ഛാ സോറി, ഇനി ആവർത്തിക്കത്തില്ല കേട്ടോ. ആഹാര സാധനങ്ങൾ മണക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് പറ്റത്തില്ല. ഞാനൊരു മണ്ടത്തരം കാണിച്ചു. വന്ന ഉടനെ ഈ ചീസ് കേക്ക് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചു. ആ ചോക്ലേറ്റ് നല്ല രീതിയിൽ അങ്ങ് കട്ടിയായിപ്പോയി. കുഴപ്പമില്ല. ഇനി ആ കേക്കിൻ്റെ മുകളിൽ പതുക്കെ ആ ചോക്ലേറ്റ് കേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കൊത്തി അടച്ച് തിന്നണം. ഭയങ്കര സ്റ്റൈലിലെടുക്കാൻ നോക്കിയതാ, നടന്നില്ല. കുഴപ്പമില്ല. ഒരു വാ തിന്നു, പിന്നെ നിർത്താനേ തോന്നിയില്ല. പിന്നെയും കഴിച്ചുകൊണ്ടേയിരുന്നു ഞാൻ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിനെ കൊടുത്തു കേട്ടോ. അങ്ങനെ കുത്തി ഉടച്ച് അത് ഒരു സ്പൂൺ കഴിച്ചു. എങ്ങനെയൊക്കെ കഴിക്കാമോ അങ്ങനെയൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. മത്താവത്തൊന്നുമില്ല, നല്ലൊരു ലൈറ്റ് മധുരമൊക്കെ ഉള്ളൂ. നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. നല്ല സോഫ്റ്റ് ആണെന്നാണ് പറയുന്നത്. സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. എല്ലാവരും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ബാസ്ക്വ ചീസ് കേക്ക്. അതും കഴിച്ച് അവിടെ അങ്ങ് ഇരുന്ന് ഉറങ്ങാൻ തോന്നി എനിക്ക്. പിന്നെ അടുത്ത പ്രയോഗം,
അടുത്ത പ്രയോഗം എന്ന് വെച്ചാൽ ഈ കേക്കിനെ അടുത്ത രീതിയിൽ തിന്നാൻ നോക്കി. കുറച്ച് ചീസ് കേക്ക് അതിൻ്റെ നിന്ന് മുറിച്ചെടുത്ത് ഈ ചോക്ലേറ്റിലോട്ട് ഡിപ്പ് ചെയ്ത് കഴിച്ചു. എന്നാലും അതീവ ടേസ്റ്റ് തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല പറയാൻ. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിച്ച് ചെറുതായിട്ടൊന്ന് മത്തടിച്ച്. പെട്ടെന്ന് എനിക്ക് ആ മത്തിൻ്റെ വീര്യം കൂട്ടാൻ ഫ്രൂട്ടി പൊട്ടിക്കേണ്ടി വന്നു. അപ്പം നമുക്ക് ഫ്രൂട്ടി പൊട്ടിക്കാം. ക്രിസ്മസിന് പുറത്തെടുക്കാറുള്ള വൈൻ ഗ്ലാസ് ഞങ്ങൾ പുറത്തെടുത്തിരിക്കുന്നു. എന്തായിരുന്നാലും ഒരു ഗ്ലാസ് കുടിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ കുടിക്കാൻ പോകുന്നു. എന്തായിരുന്നാലും കുടിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ മറന്നില്ല കേട്ടോ, ഒരു ചീസ് അടിച്ചിട്ടാണ് കുടിക്കുന്നത്. അങ്ങനെ അതും കുടിച്ച് അവിടെ ഇരുന്നു. ഇന്ന് പിന്നെ രാത്രിയൊന്നുമില്ല, ഇതോടുകൂടി എൻ്റെ അത്താഴം കംപ്ലീറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കട്ട്.